ഗ്ലോറി ബി ടു ഗോഡ്. നമ്മുടെ യഹോവയായ ദൈവം മാറാത്ത കർത്താവാണ്. നമ്മെ ഒരു നാളും മറക്കുകയില്ല. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ആ നല്ല കർത്താവ് തന്നെ സേവിക്കുന്ന തൻ്റെ മക്കളുടെ ദുഃഖങ്ങളെ മാറ്റി സന്തോഷമാക്കി തീർക്കുവാനും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മാധുര്യമേറിയതാക്കി തീർക്കുവാനും കഴിവുള്ള ദൈവമാണ്. ആധാരമായൊരു വേദഭാഗം വായിക്കാം. എസ്തറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വചനം. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണൽ നൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. മൊർദെഖായിക്ക് ദൈവം നൽകിയ മാന്യതകളെക്കുറിച്ച് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു. ഒന്നാമത്, താൻ രാജവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. തനിക്ക് രാജാവിൻ്റെ വസ്ത്രം ധരിക്കുവാനുള്ള ഒരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല. രണ്ടാമത്, കിരീടമെന്നല്ല അവിടെ പറയുന്നത്, വലിയ പൊൻകിരീടം ധരിച്ചവനായി മൊർദെഖായി നിൽക്കുന്നു. മൂന്നാമത്, താൻ അവിടെ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇരിക്കുന്ന സ്ഥിതികൾക്ക് അവസ്ഥകൾക്കും വ്യത്യാസം നൽകി മാന്യതകളോടെ അനുഗ്രഹത്തോടെ ഒരു പുറപ്പാട് നമുക്കുമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. എന്നാൽ 4-ാം അധ്യായം 1-ാം വചനത്തിൽ വായിക്കുന്നു, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇവിടെ ആദ്യമായ ഒരു പുറപ്പാട് നാം വായിക്കുന്നു. രാജസന്നിധിയിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് അത്യുച്ചത്തിൽ കൈപ്പോടെ നിലവിളിക്കുന്ന അനുഭവം. തൻ്റെ വസ്ത്രത്തെ കീറി രട്ടുടുത്തു. മാത്രമല്ല, വെണ്ണീർ വാരിയിട്ടും കൊണ്ട്, വെണ്ണീർ അത് ദുഃഖത്തെ കുറിക്കുന്നു, കഷ്ടതയെ കുറിക്കുന്നു. പ്രീസലോ, താൻ കഷ്ടതയുടെ അതിതീവ്രമായൊരു സ്ഥിതിയിലേക്ക് കടന്നു പോവുകയാണ്. താൻ മാത്രമല്ല, യഹൂദ ജനം മുഴുവനും, ശൂഷൻ പട്ടണം മുഴുവനും കലങ്ങിപ്പോയി. അവർക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ മുൻപിൽ മറ്റു യാതൊരു മാർഗവുമില്ല മരണമല്ലാതെ. അങ്ങനെ ഭാരപ്പെടുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. പ്രിയ മക്കളെ, ഇന്നും ജീവിതത്തിൽ വരണ്ട അനുഭവങ്ങൾ, യാതൊരു നന്മകളും കാണാൻ കഴിയാതെ, യാതൊരു ഉറവുകളും കാണുവാൻ കഴിയാതെ ഭാരത്തോടെയാണോ നാം ആയിരിക്കുന്നത്? എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ കൺഫ്യൂഷനിലായിരിക്കുകയാണോ? ഏത് മാർഗത്തിൽ ചെന്നാലും യാതൊരു വഴിയും തുറക്കപ്പെടാതെ ഭാരത്തോടെ ഇരിക്കുകയാണോ? അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന അനുഭവമാണോ? ആരോരും അറിയാതെ രഹസ്യമായി ഇരുന്ന് കരയുന്ന അനുഭവമാണോ? കൈപ്പോടെ നിലവിളിക്കുന്ന അനുഭവമാണോ? ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ, ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ, മുന്നോട്ട് എങ്ങനെ പോകും, എന്ത് ചെയ്യും, എന്തായിത്തീരും, ഒന്നും അറിയാൻ പറ്റാതെ ഭാരപ്പെട്ട് പകച്ചു നിൽക്കുന്ന അനുഭവത്തിലാണോ നാം എന്ന? പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഒരവസ്ഥയിലായിരുന്നു മൊർദെഖായും. എന്നാൽ ആ മൊർദെഖായി ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. നമുക്കും നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നമുക്ക് ആശ്രയിപ്പാനൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തെ ടോട്ടലി കർത്താവ് മാറ്റും. നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഒറ്റപ്പെടലുകൾ, നമ്മുടെ കയ്പുകൾ, നമ്മുടെ വേദനകളൊക്കെ കർത്താവ് സന്തോഷവും ആനന്ദവും പ്രകാശവും ഉല്ലാസവും സമാധാനവും സ്വസ്ഥതയുമാക്കി മാറ്റും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തുന്ന കർത്താവേ, മൊർദെഖായിക്ക് അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും നൽകി, തൻ്റെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് വ്യത്യാസം നൽകി, തൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് തനിക്ക് മധുരമേറിയ മാന്യതകളെ നൽകി മാനിച്ച കർത്താവേ, ഞങ്ങളുടെ സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് വ്യത്യാസം നൽകി ഇനിയും ഞങ്ങളെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.